ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി ഒരു ലേഹ്യമാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോണത്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വരിക. സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ചക്കര, പിന്നെ കശുവണ്ടി, മുന്തിരിങ്ങ കുരുവില്ലാത്ത ഉണങ്ങിയത്, ബദാം, അത്തിപ്പഴം. ഇത് മരുന്നുകളാണ്. ഇതിൻ്റെ അകത്ത് കരിഞ്ജീരകമുണ്ട്, ഉലുവയുണ്ട്, എള്ളുണ്ട്, പിന്നെ അയ്മോദകമുണ്ട്, ചതകുപ്പയുണ്ട്, പിന്നെ നമ്മുടെ അങ്ങാടി മരുന്ന് കുറച്ച് ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. പറമ്പിലുള്ളതെല്ലാം പറിച്ചുണക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൂടാതെ വേറെയും പച്ചമരുന്നുകളുണ്ട്. ഇതിൻ്റെ അകത്തുണ്ട് ചെത്തിയില, ചെത്തിപ്പൂ, പിന്നെ അതുപോലെ തന്നെ ഈ പൂവാങ്കുറുന്നൽ, പിന്നെ കരിനെച്ചി, അങ്ങനെയുള്ള കുറേ ഇലകൾ ഞാൻ പറമ്പിൽ നിന്നും പറിച്ച് ശേഖരിച്ചിരിക്കുന്നതാണ്. ഇത് അരിച്ച് പിഴിഞ്ഞ് ഞാൻ എടുക്കും. തേങ്ങ അരച്ച് ഇതിൻ്റെ പാലരിച്ചൊഴിക്കണം. അതിനുള്ള കുറച്ച് നെയ്യ് ഇതിൻ്റെ അകത്ത് വേണം, എന്തെങ്കിലും ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് ഇനി അടുത്ത മരുന്നിലേക്ക് കയറാം. ഓക്കെ, ഞാൻ കുറച്ച് നെയ്യ് ഇതിനകത്ത് ഇടുവാണ്. ഞാനൊരു പ്രധാനപ്പെട്ട സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അതാണ് ഇപ്പം ഞാൻ അടുത്ത് ചെയ്യാനുള്ളത്. നെയ്യിൽ വറുക്കേണ്ട സാധനമാണ്. അപ്പോൾ ഞാനത് വറുക്കാൻ പോവാണ്. നമുക്കത് നോക്കാം. കൂന്താണ്. ഞാൻ ഈ കൂന്ത് പറയാൻ മറന്നുപോയി. ഞാനത് ഇതാണ് പ്രധാനപ്പെട്ട സാധനമാണ്. ലേഹ്യത്തിന് പ്രധാനമുള്ള സാധനം. അതിന് വണ്ണം വയ്ക്കാനും സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു മരുന്നാണിത്. രക്തവനന്തരമായ നല്ലതാണ്. ശരീരം ക്ഷീണിച്ചിരിക്കുന്നതിനൊക്കെ ഇതും മരുന്നാണ്. അപ്പം ശരീരമൊക്കെ നന്നാവും. കട്ടിയാക്കിയുള്ള വണ്ണം, ഗ്ലാമറൊക്കെ വെച്ച് ഇതെല്ലാവരും വിൽക്കണം. ഇത് ഞാനിത് നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, എല്ലാവർക്കും പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ഒത്തിരി പേര് ഇത് കഴിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങൾ നമുക്കറിയാം. നിങ്ങളൊന്ന് കണ്ട് നോക്കണം. നല്ലപോലെ വറുത്ത് വരും. നമുക്ക് കൊടുക്കും. നമ്മുടെ എല്ലാ മരുന്നുകളൊക്കെ അരച്ചതാണ്. ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്നത് ഒരു കുപ്പി ഇതിനുള്ളതാണ്. അതിനകത്ത് ഞാൻ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഇതിനകത്ത് വീഴുന്നത്. രണ്ടാം പാൽ കണ്ടോ, രണ്ടാം പാൽ ഇട്ടാണ്. അതിനകത്ത് നമ്മൾ മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് ചക്കരയാണ്, ശർക്കരയല്ല, ചക്കര. ഇത് എള്ള്, കരിഞ്ജീരകം, ആശാളി, ഉലുവ ഇതെല്ലാം കൂടിയാണ് പൊടിച്ച് തന്നത്. ഇതിലേക്കാണ് അടുത്തത് ഈന്തപ്പഴം നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. ഇതാണ് കേട്ടോ. ഈന്തപ്പഴം വേറെ ഇടാൻ പോണ സാധനമുണ്ട്. പിന്നെ ബദാം പൊടിച്ചത്, പിന്നെ കശുവണ്ടി പൊടിച്ചത്, പിന്നെ മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ, പിന്നെ കൂന്ത് നെയ്യിൽ വറുത്ത് പൊടിച്ചതാണ്. ഈ സാധനം അല്ലേ, കൂന്താണ് നെയ്യിൽ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. എല്ലാവരും കഴിക്കണം, നല്ലതാണ് കേട്ടോ. പണിയുണ്ട്, തീർന്നിട്ടില്ല.
പാനിയും കൂടെ ഇതിനകത്ത് ഞാൻ ഒഴിക്കുവാണ്. ഇതിനകത്ത് നമ്മൾ ചക്കരപ്പാനി ഒഴുകിയില്ലായിരുന്നു, ഞാൻ കല്ലൊന്നും ഇല്ലാതെ ഇടുക്കി ഒഴിക്കുവാണ് കേട്ടോ. അത്തിപ്പഴം ഞാൻ അരച്ചു കൊണ്ടുവന്നാണ്, അരച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അത്തിപ്പഴമാണ്, അത്തിപ്പഴം. നമ്മൾ നാട്ടുമരുന്നുകളൊക്കെ ഉണ്ട്, നാട്ടുമരുന്നാണിത്. ഇത് നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിച്ച് ഉണക്കിയതാണ്. അത് ആദ്യം ഒഴിച്ചത് ഞാൻ പച്ചയൊക്കെയാണ്. ഇത് ഞാൻ കുറച്ച് സാധനം ഉണക്ക പൊടിയുമാണ്. അപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇടുന്നത്. ഇല്ല, ഉണക്കയെന്ന് വെച്ചാൽ പറമ്പിലുള്ള മരുന്നുകളൊക്കെയാണ്. അതൊന്ന് ഇത് നല്ലതാണ്. നമ്മുടെ കർക്കിടക മാസത്തിൽ കഴിക്കാനും പ്രസവരക്ഷയ്ക്കും ശരീരം മെലിഞ്ഞവർക്ക് കഴിക്കാനും ഉത്തമമായ മരുന്നാണിത്. കഴിച്ചു നോക്കുക. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും കഴിക്കുക. ഒരു കൂട്ടും കൂടി ഉണ്ട്, ലാസ്റ്റാണ് കഴിക്കാൻ പോണതാണ്. തേങ്ങാപ്പാലാണ്, പനിപ്പാലാണ്. അത് ഇതിനകത്ത് കിടന്നു. ഒരുപാട് നെയ്യൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. കുറച്ച് ഈ എണ്ണയുടെ നെയ്യ് ഉണ്ടാവും, അതുകൊണ്ട് ഒരുപാട് നെയ്യ് ഉണ്ടായി കഴിഞ്ഞ് പ്രശ്നങ്ങളാണ്. കൊളസ്ട്രോളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ തേങ്ങാപ്പാലാണ്, ആദ്യത്തെ പനിപ്പാലാണ് ഇതൊഴിക്കുന്നത്. എല്ലാവരും നോക്കുക. ഒരുപാട് പൂർണ്ണമായി വരുന്നുണ്ട് ഇവിടെ. അടിപൊളി ലേഹ്യമാണ്, നിങ്ങളെല്ലാവരും കഴിക്കണം. നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓർഡർ തന്നാൽ ഞാൻ ചെയ്തു തരും. അതുകൊണ്ട് ലേഹ്യം ഇവിടെ പൂർണ്ണമായി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് കർക്കിടക മാസത്തിൽ കഴിക്കാവുന്ന ലേഹ്യമാണ്. അതുകൂടി തന്നെ പെൺപിള്ളേർക്ക് വണ്ണം വയ്ക്കാനും, അതുകൂടെ തന്നെ പ്രസവരക്ഷ എല്ലാം കൊണ്ടും എല്ലാ മരുന്നും നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും കഴിക്കണം, ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.